ദൈവാലയം എന്ന് പറയുന്നത് ദേശത്തിൻ്റെ അനുഗ്രഹമാണ് എന്നാണ് പിതാക്കന്മാർ കുറിച്ചിരിക്കുന്നത്. പെരുന്നാളുകൾ മനുഷ്യരെ ദൈവാനുഗ്രഹത്തിൻ്റെ പങ്കാളികളാക്കി തീർക്കുന്നു പങ്കാളികളാക്കുന്നതിനുള്ള അവസരമാണെന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഒരു ദേശത്തിൻ്റെ ആധ്യാത്മിക കേന്ദ്രമെന്നാണ് ദൈവാലയങ്ങളെ പൊതുവെ പറയുന്നത്. കാരണം പെരുന്നാൾ, ദൈവാലയത്തിൻ്റെ ഇടവകകളുടെ പെരുന്നാളുകൾ ദേശത്തിൻ്റെ സമാധാനത്തിനും സന്തോഷത്തിനും വിശുദ്ധീകരണത്തിനും രാജ്യങ്ങളുടെ സ്വസ്ഥതയ്ക്കും വേണ്ടി ഉതകുന്നതാണ് എന്ന് നാം അറിയുകയാണ്. അതോടൊപ്പം തന്നെ സാഹോദര്യവും സൗഹാർദ്ദവും അതുപോലെ സമഭാവനയും ഊട്ടിയുറപ്പിക്കുന്നതാണ് ഓരോ പെരുന്നാളുമെന്ന് നമുക്കറിയാം. വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ദൈവാലയത്തിൻ്റെ പ്രൊസഷൻ റാസ കടന്നു പോകുമ്പോൾ നാനാജാതി മതസ്ഥരായ ആളുകൾ അവരുടെ ഭവനങ്ങളുടെ മുമ്പിൽ ആ റാസയെ സ്വീകരിക്കുന്നത് സാധാരണ ഒരു കാഴ്ചയാണ്. അതുകൊണ്ടാണ് സാഹോദര്യവും സൗഹാർദ്ദവും സമഭാവനയും വിളിച്ചോതുന്നതാണ് പെരുന്നാളുകളെന്ന് നാം സാധാരണ പറയാറുള്ളത്. പക്ഷേ ദൈവത്തിൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ സ്നേഹത്തോട് പറയട്ടെ, വലിയ ആഘോഷങ്ങൾ അത് നമുക്ക് സന്തോഷമാണ്. എന്നാൽ ആഘോഷങ്ങൾക്കൊപ്പം തന്നെ ആർഭാടങ്ങൾ ഒരു പരിധി കടക്കാതിരിക്കുന്നതിനും അതോടൊപ്പം തന്നെ സകതായുടെ ത്യാഗോജ്വലമായി പരിശുദ്ധ ശ്ലീഹായുടെ എല്ലാ ശ്ലീഹന്മാർ, സകതേന്മാർ, അതായത് രക്തസാക്ഷികൾ, ഇവരുടെയൊക്കെ ആ ത്യാഗോജ്വലമായ വിശ്വാസ ജീവിതത്തിൽ നിന്ന് ആത്മീയമായ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പെരുന്നാളുകളിൽ സംബന്ധിക്കുകയും അശരണർക്കു വേണ്ടിയും അഗതികൾക്കു വേണ്ടിയും സഹായഹസ്തം നീട്ടുവാനും ഇതുപോലുള്ള പെരുന്നാളിൽ നമുക്ക് സാധിക്കട്ടെ. വരും തലമുറകൾക്ക് പെരുന്നാൾ എന്താണ്, ദൈവാലയത്തിൻ്റെ പ്രസക്തി, കൂദാശകൾ, അതുപോലെ തന്നെ പെരുന്നാൾ നമുക്ക് മറ്റ് ദൈവാലയത്തോട് ചേർന്ന എല്ലാ കാര്യങ്ങൾ, പൗരോഹിത്യം, അതിൻ്റെ ശ്രേഷ്ഠത, പള്ളിയിലെ ഉപകരണങ്ങൾ, അതിൻ്റെ എന്താണ്, എന്തിൻ്റെ പ്രതീകമാണ് പള്ളിയിലെ ഓരോ പള്ളി സാധനങ്ങൾ, ഇതൊക്കെ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ട വലിയ ഉത്തരവാദിത്വവും ഈ പെരുന്നാൾ ആഘോഷം വഴിയൊക്കെ പ്രത്യക്ഷമായോ പരോക്ഷമായോ അത് ആവശ്യമാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഞാൻ വാക്കുകൾ ചുരുക്കി പറയട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ ഒരു കാര്യം ഓർക്കുക, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ആചരിക്കുന്നവനാണ് വാസ്തവത്തിൽ സ്വർഗത്തിൽ കടക്കുന്നത്, പ്രവേശിക്കുന്നത് തിരുവചനം വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് നമുക്ക് ആ കർത്താവിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്ന ആളുകളായി, മനുഷ്യരായി നമുക്ക് തീരാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവക മധ്യസ്ഥനായ മാർ യൂഹാനോൻ ശ്ലീഹായുടെ പുണ്യങ്ങൾ അതെല്ലാവർക്കും അറിയാം. എല്ലാ പരിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും പുണ്യങ്ങൾ അത് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ പകർത്തുവാനും ദൈവത്തോട് ക്രിസ്തുയേശുവിനോട് അകന്നാണ് കഴിയുന്നെങ്കിൽ ആ അകലം കുറച്ച് അങ്ങ് കർത്താവിനോട് ചേർന്ന് അവനെ ആശ്ലേഷിക്കുന്ന വിധത്തിൽ യേശു കർത്താവിൻ്റെ സ്നേഹം മുഴുവൻ നമുക്ക് സമ്പാദിക്കുവാൻ, കണ്ടാലും എൻ്റെ വാത്സല്യവാനി, എൻ്റെ വാത്സല്യ മകനെ മകളെ എന്ന് നമ്മളെ വിളിക്കുവാൻ തക്കവണ്ണം ദൈവം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളേറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നമ്മളോട് ആ വ്യക്തിയുമായി ചേർന്ന് നിൽക്കുകയും ആ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അവരെ പരസ്പരം പുഞ്ചിരിക്കുമ്പോൾ ആശ്ലേഷിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഗ്രഹകരമായ അനുഭവം വാക്കുകൾക്കപ്പുറമാണ്. അത് മാനുഷിക ഭാഷയിൽ നമുക്ക് പകർത്താനാവില്ല. അപ്പോൾ സർവ്വതിൻ്റെയും ഉടയവനായ നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ പരിപാലിക്കുന്ന ആരുടെ അടുത്തേക്കാണോ ഇനിയും നമ്മൾ ഈ ലോക ജീവിതം കഴിഞ്ഞ് കടന്നു ചെല്ലേണ്ടത്, ആ തമ്പുരാൻ ക്രിസ്തുയേശു ദൈവത്തിലേക്ക്, ആ ദൈവത്തോട് ഒന്നാകാൻ ഈ 2026 പെരുന്നാളും
സഹായകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെയുമൊക്കെ ഈ ശുശ്രൂഷകൾ ഓൺലൈൻ വഴി ആയതുകൊണ്ട് ഞാനും അരമനയിൽ സെമിനാരിയിലിരുന്ന് എല്ലാം കണ്ടുകൊണ്ടിരുന്നു. നമുക്ക് ഈ എത്ര അനുഗ്രഹകരമായിട്ട് ഇന്നലെയൊക്കെയും പ്രദക്ഷിണം നടന്നു. അതിൽ മറ്റ് ശുശ്രൂഷകൾ, ഇന്നിപ്പോൾ വിശുദ്ധ കുർബാന, തുടർന്നുള്ള കാര്യങ്ങൾ പ്രിയപ്പെട്ട അച്ഛൻ, വികാരി അച്ഛൻ സൂചിപ്പിക്കുമ്പോൾ എല്ലാം എത്ര അടുക്കും ചിട്ടയോടും അനുഗ്രഹകരമായും ഇവിടെ നടക്കുന്നു. കാലാകാലങ്ങളിൽ തലമുറകളായി നമ്മളിത് നടത്തുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട വികാരി അച്ഛൻ ജയിക്കൂട്ടി അച്ഛൻ, കല്ലുകുളത്തച്ഛനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. മിക്കവാറും എല്ലാ ദിവസങ്ങളിലെയും പത്രങ്ങളിൽ ഈ ചിങ്ങവനം സെൻറ്റ് ജോൺസ് പുത്തമ്പള്ളിയുടെ പടവും ഫോട്ടോയും വാർത്തകളുമൊക്കെ കാണുക വളരെ സ്വാഭാവികമാണെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ എന്ത് നടന്നാൽ തന്നെയും അപ്പോൾ തന്നെ അത് വിവിധ മാധ്യമങ്ങളിലേക്ക് പകർത്തുകയാണ്. അതുകൊണ്ട് തന്നെ ചിങ്ങവനം സെൻറ്റ് ജോൺസ് പുത്തമ്പള്ളിയിലെ ശുശ്രൂഷകളും ഇവിടുത്തെ കൂട്ടായ്മകളും മാലോകരറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഒത്തിരി എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള ആ ഒരു അനുഗ്രഹകരമായ സത്യം ശുശ്രൂഷകളെക്കുറിച്ച് മനുഷ്യർക്കെല്ലാം ബോധ്യപ്പെടുത്തക്ക വിധമാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത്. അതിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട വികാരിയച്ഛൻ, കമ്മിറ്റിക്കാർ, മറ്റ് പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഈ സമയത്ത് ഞാൻ ഓർക്കട്ടെ. പള്ളിയുടെ ട്രസ്റ്റി, സെക്രട്ടറി, അവരൊക്കെ വർഷങ്ങളായിട്ട് ട്രസ്റ്റി സെക്രട്ടറിമാരായിട്ടിരിക്കും. ആ പേരുകൾ എടുത്തു പറയേണ്ടതില്ല, കാരണം എല്ലാവരുടെയും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുക. പള്ളിയുടെ ട്രസ്റ്റി സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, എന്ത് സേവനമായി ഇവരൊക്കെ ചെയ്യുന്നു. അതിൽ തന്നെ പലപ്പോഴും ട്രസ്റ്റി സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റികളൊക്കെ അസോസിയേഷൻ മെമ്പേഴ്സും കൂടിയാണ്. ഇവരെ എല്ലാവരുടെയും പേരുകൾ നമുക്കറിയാം, നമ്മുടെ മധ്യത്തിൽ ഇരിപ്പുമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. എല്ലാ ഭക്തസംഘടനകളുടെ ഭാരവാഹികളെയും ഞാൻ ഓർക്കട്ടെ. നമ്മുടെ പരിശുദ്ധ മധുബഹായിലെ എല്ലാ ശുശ്രൂഷകരെയും ഞാൻ ഒരിക്കൽ കൂടെ ഓർക്കട്ടെ. അതോടൊപ്പം തന്നെ ഈ പെരുന്നാളിന് ചെറുതായോ വലുതായോ അനുഗ്രഹകരമായി അതിനുള്ള പങ്കാളികളാകുകയും സാമ്പത്തികമായിട്ടുള്ള സഹായവും അധ്വാനിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കുകയാണ്. നമ്മുടെ കൊയറിനെ പ്രത്യേകമായിട്ട് ഓർക്കട്ടെ. കൊയറിന് നേതൃത്വം കൊടുക്കുന്നവരെ നിങ്ങൾക്കറിയാം. അതോടൊപ്പം അതിലെല്ലാ പ്രിയപ്പെട്ട അംഗങ്ങളെയും ഞാൻ ഒത്തിരി സ്നേഹത്തോടെ നോക്കിക്കാണുന്നു. അവരൊക്കെ എത്ര അനുഗ്രഹകരമായിട്ട് ഈ അവരുടേതായ നിലയിലുള്ള സ്തുതിഗീതങ്ങൾ കർത്താവിന് അർപ്പിച്ചുകൊണ്ട് അത് നേരുന്നു എന്നുള്ളതും ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. എന്നോടുകൂടി ഇവിടെ ഇന്ന് വിശുദ്ധ ബലിയിൽ അർപ്പിച്ച മറ്റ് സഹകാർമ്മികരായിരുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും, വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച എല്ലാ വൈദിക ശ്രേഷ്ഠരെയും, ഈ ഇടവകക്കാരായിട്ടുള്ള എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിപ്പോൾ പുതിയതായി പട്ടം സ്വീകരിച്ചതായ ശമ്മാശന്മാർ, അവരെയും ഈ സമയത്ത് ഓർക്കുന്നു. അതൊക്കെയും നമുക്ക് ഏറ്റവും അനുഗ്രഹമാണ്. വൈദികരുടെ വലിയ കുറവുള്ള ഈ സമയത്ത് അവരൊക്കെ പഠിച്ച മിടുക്കരായി യൂണിവേഴ്സിറ്റി ഡിഗ്രിയും കഴിഞ്ഞ് ഏകദേശം 5 വർഷത്തോട് അടുത്ത് പഠിച്ച് സെമിനാരിയിൽ നിന്ന് വൈദിക സെമിനാരിയിൽ പഠിച്ച് സുറിയാനിയിലും മറ്റ് ചരിത്രവും ഫിലോസഫി എല്ലാം പഠിച്ചാണ് അവർ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അവരൊക്കെ നല്ല മിടുമിടുക്കരായിട്ടുള്ള ശമ്മാശന്മാരാണ്. ഇപ്പോൾ നമ്മളോടുകൂടെ 2 ശമ്മാശന്മാരുണ്ട്. തീർച്ചയായിട്ടും ജോയൽ ശമ്മാശൻ മാലുത്തുശ്ശേരിയാണെങ്കിലും അതുപോലെ തന്നെ പുന്നൂശ്ശേരി അഖിൽ ശമ്മാശന്, അവരൊക്കെ നമ്മോടുകൂടിയുണ്ട്. സനിറ്റ് കുത്തമ്പരയ്ക്കൽ എന്ന് പറയുന്ന റാന്നി ശമ്മാശനും പട്ടം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം വ്യത്യസ്ത കാരണങ്ങളാൽ അദ്ദേഹം മറ്റ് ദേവാലയങ്ങളിൽ ശുശ്രൂഷയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ സിബിനെള്ളുംകാല ശമ്മാശനും നമ്മോടുകൂടിയുണ്ടല്ലോ. അവരൊക്കെയും നമുക്ക് എത്രയും വേഗം വൈദിക ശ്രേഷ്ഠരായി തീരുവാൻ തക്കവണ്ണം, പട്ടം കൊടുക്കുവാൻ തക്കവണ്ണം എല്ലാവരും സഭ, ജ്ഞാനായ സമൂഹം, അവർ ആ കാര്യങ്ങൾ ആത്മീയമായിട്ട് കൺകുളിർക്ക് കാണുവാൻ തക്കവണ്ണം ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കാത്തിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അവർക്ക് എത്രയും വേഗം വൈദിക പട്ടത്തിലേക്ക് അവരുടെ കൈകളെ പിടിച്ച് പരിശുദ്ധാത്മാവിൽ ദൈവത്തിൽ ഉയർത്തുവാൻ തക്കവണ്ണം സമുദായത്തിൻ്റെ മെത്രാപ്പോലീയത്തെയും, അതോടൊപ്പം തന്നെ ആ നമ്മുടെ പ്രിയപ്പെട്ട ശമ്മാശന്മാർ അവർ വൈദിക വൃത്തിയിലേക്ക് വരാൻ അവരും അവരുടെ കുടുംബങ്ങളും ഇടവകകളും സമുദായവും അങ്ങനെ കാത്തിരിക്കുകയാണ്. എന്നാൽ
സ്വാഭാവികമായി നമുക്ക് ഓപ്ഷണൽ സിലബസിയാണ്. കുടുംബജീവിതവും നമ്മുടെ പരിശുദ്ധ സഭയിൽ വൈദികർക്ക് അനുവദിച്ചിരിക്കുന്നത് കൊണ്ട് അവർക്ക് ജീവിത പങ്കാളിയെ കിട്ടാനുള്ള താമസം മാത്രമാണ് ഇനിയും ശേഷിക്കുന്നത്. ജീവിത പങ്കാളിയായി നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പെൺകുഞ്ഞുങ്ങളെ അവർക്ക് വിവാഹത്തിനായി ലഭിക്കുന്നതിന് തൊട്ടു പിന്നാലെ അതിൻ്റെ മറ്റ് ക്രമീകരണങ്ങളോട് ആവശ്യമായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്ത് എത്രയും വേഗം എല്ലാവിധത്തിലും അവർ യോഗ്യരാണ് വൈദിക പട്ടത്തിന് എന്നുള്ളത് കൊണ്ട് അവരെ വൈദിക പട്ടത്തിലേക്ക് ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം ക്രിസ്തു യേശു സ്നേഹിച്ചിട്ടുള്ള പ്രകാരം അതും ഉടൻ നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. അത് വാസ്തവത്തിൽ സമുദായ മെത്രാപ്പോലീത്തയുടെയോ അവരുടെയോ കരങ്ങളിലല്ല, ദൈവജനമാണ് ആ കാര്യത്തിൽ സഹകരിക്കേണ്ടത്. എത്രയും വേഗത്തിൽ അവർക്ക് ജീവിത പങ്കാളികളായി പെൺകുട്ടികളെ ലഭിക്കുമോ അത്രയും വേഗം വൈദിക പട്ടം ഒന്നിനു പിന്നാലെ ഒന്നായി ഈ സമുദായത്തിൽ നടക്കുകയും വൈദികരുടെ അപര്യാപ്തത എന്നുള്ളത് മാറി എല്ലായ്പ്പോഴും വൈദികരാൽ സമ്പന്നമായ ജ്ഞാനായ സമുദായം. മനുഷ്യരാണ്, നമുക്ക് രോഗങ്ങളൊക്കെ മനുഷ്യർക്കെല്ലാം ഉണ്ട്. പെട്ടെന്നൊരു വൈദികന് ശനിയാഴ്ച വൈകിട്ട് പ്രത്യേകിച്ചു ഒരു പ്രയാസം വന്നു. പിറ്റേ ദിവസം ഞായറാഴ്ചയ്ക്ക് വേണ്ടി സമുദായ മെത്രാപ്പോലീത്ത ഉറക്കം കെടുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങൾ മാറി ഒന്നല്ല എത്ര വൈദികർ വേണേലും സ്പെയറായി നിൽക്കുന്ന, അങ്ങനെ വൈദികരാൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഒരു ജ്ഞാനായ സമുദായം സ്വപ്നം കാണുന്ന ദൈവജനമായി ഇവിടെയുള്ളത്. സമുദായ മെത്രാപ്പോലീത്തയോടും അതോടൊപ്പം തന്നെ എല്ലാ വൈദികരോടും ചേർന്ന് ഈ കാര്യങ്ങളൊക്കെയും നിങ്ങൾ സഹകരിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥവും നിങ്ങൾക്ക് വ്യക്തമായില്ല. കാരണം സമുദായ മെത്രാപ്പോലീത്ത അല്ലാതെ ആരാണ് ഈ സമുദായത്തിലെ ഓരോ കൂദാശകളും ശുശ്രൂഷകളും വിശുദ്ധ കുർബാനയും 100% ഉറപ്പാക്കാൻ ദൈവം ആഗ്രഹിക്കുകയും ദൈവം പരമേൽപ്പിക്കുകയും അതിൻ്റെ എല്ലാ ചുമതലകളും ഏൽപ്പിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ.